ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് കൂളായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. വെൽക്കം ടു മാഡ് വൈറ്റ് സ്നോ ചാനൽ. ഇന്ന് കുറച്ച് ലേറ്റായി അപ്ഡേറ്റ് തരാനായിട്ട്. ഇവിടെ നമ്മുടെ അടുത്ത അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ ചെയ്യാനിരുന്നത്. സോ നമുക്ക് അപ്സരയുടെ ഒരു ചെറിയൊരു സംഭവം കേൾക്കാം. ഈ വോട്ടിംഗിൽ അപ്സരയ്ക്ക് വിശ്വാസമുണ്ടോ? ഇപ്പൊ പുറത്തിറങ്ങിയതിന് ശേഷം ജെന്യുവൻ ആയിട്ടുള്ള രീതിയിലല്ല വോട്ടിംഗ് നടക്കുന്നതെന്ന് മനസ്സിലായി. വോട്ടിങ്ങിൽ ബുദ്ധിമുട്ട്, ഐ മീൻ ഡിഫറൻസ് അല്ലെങ്കിൽ ജെനുവിനിറ്റി അല്ലാത്ത വോട്ടിംഗ് വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഓൾമോസ്റ്റ് പൂജ, ശ്രീരേഖ, പിന്നെ യമുന റാണി, അതേപോലെ ലൈക്ക് ആരാണ്, വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, റസ്മിനും, അവരൊക്കെ കയറി തുടങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ കയറി തുടങ്ങി. ഗബ്രി ഇന്ന് കയറും. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മേ ബി ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 5 എന്നുള്ളൊരു സംഭവത്തിലോട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അഭിഷേകിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഋഷിയെ തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജാൻമണി, അർജുൻ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവർ പുറത്തിറങ്ങിയതിന് ശേഷം ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജാൻമണി അടിച്ചുന്നോ, ജാൻമണി പ്രാഗിന്നോ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ പുറത്തിറങ്ങിയിട്ട് ക്ലിയർ ആക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ വെനസ്ഡേ അല്ലേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ 4 ദിവസം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിന്നർ ആരാന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ഋഷിയും ജാൻമണിയായിട്ടൊരു പ്രശ്നം ഉണ്ടായി. എന്തോ AC-യുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ആൻഡ് വോട്ടിങ്ങിൻ്റെ പ്രശ്നത്തിൽ എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ സംഭവമാണ് ജാസ്മിന് വോട്ട് ചെയ്യണമെങ്കിൽ 5000 രൂപ തരാമെന്നുള്ളത്. അപ്പം നമ്മളൊക്കെ കണ്ടസ്റ്റൻസ് ആയിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ PR ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് ബൾക്ക് വോട്ട് പോകുന്നതുകൊണ്ടും മിസ്ലീഡിങ് നടക്കുന്നതുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ പോയിട്ട് ഇപ്പോൾ ജാസ്മിൻ ആർമി ഈ പറഞ്ഞ മാതിരി 5000 രൂപ ജാസ്മിൻ്റെ ഒരു വോട്ടിന്. ഇതിപ്പം ലൈക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും എന്താ ലൈക്ക് പൈസ എല്ലാവർക്കും മുഖ്യം വെക്കില്ലേ, പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ 5000 രൂപയ്ക്ക് ജാസ്മിന് ഒരു വോട്ട്, ഇപ്പോൾ ആരാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ വോട്ട് മറയുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതിൽ പിന്നെ അർജുന് നല്ല രീതിയിൽ PR വർക്ക് കയറി വരുന്നുണ്ട്. അർജുന് നല്ല വോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ജിൻഡോൻ്റെ വോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ വിവിയുടെ വീഡിയോയിൽ കേട്ടൊരു സംഭവമാണ്, ഈ ജാസ്മിൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഒരു ലേഡി സംസാരിക്കുന്നത്, എല്ലാവരും വോട്ട് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അതായത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഏത് മാർഗത്തിലൂടെ പോയാലും വേണ്ടില്ല, നമ്മുടെ ജാസ്മിന് കപ്പ് വേണം മച്ചന്മാരെ എന്നുള്ളതാണ് ജാസ്മിൻ ആർമിയുടെ സംഭവം. ഈ 5000 രൂപ ഇത് ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ, ലൈക്ക് ഈ വോട്ട് ചെയ്ത 5000 രൂപ ആർക്കെങ്കിലും 5000 രൂപ കിട്ടിയോ? അപ്പോൾ ഇപ്പോൾ ഒരു 10000 പേര് ഇത് ചെയ്ത് 10000 ആളുകൾക്ക് 5000 രൂപ കൊടുക്കാനുള്ള ഒരു പവർ ജാസ്മിൻ ആർമിക്ക് ഉണ്ടോ? ദൂരെ പാവപ്പെട്ടവർ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണമല്ലേ. ലൈക്ക് അപ്പോഴൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊച്ചിന് ഇനി കപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ കഷ്ടപ്പെട്ട് എൻ്റെ ഗെയിം കളിച്ച് നിന്നവരൊക്കെ ശശിയും ഈസി ആയിട്ട് ആർമീസ് പുറത്ത് നിന്ന് കളിച്ച് ഒരാൾക്ക് 5000 രൂപ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതും തമ്മിലാവുമ്പം ഇന്നലെ ഇപ്പോൾ ജാസ്മിനും ജിൻ്റെ വോട്ട് ഇത് ആർക്ക് കിട്ടുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. ആ കൊച്ചു പുറത്തിറങ്ങുമ്പോൾ ഇനി ആ കൊച്ചു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണോ പോയത്, അല്ലെങ്കിൽ ആ കൊച്ചു പുറത്തിറങ്ങുമ്പോൾ PR വർക്കും മറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞെട്ടിമാമ കുട്ടിമാമ എന്നുള്ളൊരു അവസ്ഥയിലാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒരാൾക്ക് ജാസ്മിൻ്റെ ഒരു വോട്ടിന് 5000 രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ജാസ്മിൻ ഹെയ്റ്ററാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹെയ്റ്ററാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് വരികയാണ് ജാസ്മിന് വോട്ട് ചെയ്ത് 5000 രൂപ തരാമെന്നുള്ളത്. നിങ്ങൾ വോട്ട് ചെയ്യില്ലേ? സത്യസന്ധമായ മറുപടി തരണം. നിങ്ങൾ വോട്ട് ചെയ്യില്ലേ എന്നുള്ളത്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്തല്ല, ഇതിപ്പോൾ PR വർക്ക് ആണെങ്കിലും ലൈക്ക് ഒരു വേറെ ലെവലിലോട്ട് മാറിപ്പോയി കാര്യങ്ങൾ. മനസ്സിലായോ? ഇപ്പോൾ അവരൊക്കെ ലൈക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിലും ജാൻമണിയും യമുന റാണിയൊക്കെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, ഇനി 5 ദിവസമുള്ളൂ കളിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കൊച്ച് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ജാസ്മിൻ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ആണ് എല്ലാവരും ഇരിക്കുന്നത്. ജാസ്മിൻ ആസ് എ കണ്ടസ്റ്റൻറ്റ് ജാസ്മിൻ അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ചില ചാനൽസ് ടോപ്പിക്കൊന്നും തമ്മിൽ ജാസ്മിൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് നമുക്കൊന്നും പറയാനില്ല. അതേപോലെ നമ്മുടെ
സജ്ന ആണോ പറയുന്നുണ്ട്, ആ കൊച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സീസൺ കാണില്ലായിരുന്നു, ആ കൊച്ചാണ് ഈ സീസൺ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത്. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ ആണെങ്കിലും ആ കൊച്ചി ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ റീ എൻട്രി കയറിയെങ്കിലും ഗബ്രിയുടെ റീ എൻട്രിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ആ ഒരു സംഭവം ജാസ്മിൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുന്ന, ജാസ്മിൻ ഇങ്ങനെ ഒറ്റ നോക്കുകയും അതേപോലെ ഓരോ റീ എൻട്രി വരുമ്പോഴും ജാസ്മിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ കണ്ണിങ്ങനെ തെരച്ചിലാണ്. ഇപ്പം ഇന്നലെ ഇപ്പോൾ ലൈക്ക് ആ ഒരു സീസണിൽ നടന്ന സംഭവം മുഴുവൻ കാണിച്ചപ്പോഴൊക്കെ ഗബ്രിയുടെ സീൻസൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ആളുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ പുറത്ത് ഈ ഒരു സംഭവം ഫ്ലാഷ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു വോയിസ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അതായത് എന്തോ കാണിച്ചോട്ടെ ജാസ്മിൻ കപ്പെടുക്കണം എന്നുള്ള രീതിയിലൊരു സംസാരവും അതേപോലെ 5000 രൂപ. ഞാൻ ആലോചിച്ച് എൻ്റെ ദൈവമേ, നമ്മുടെ സീസണിലൊക്കെ ഇങ്ങനെ നടന്നായിരുന്നോ? ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങളുടെ സീസണിൽ ഇതുവരെയുള്ളൊരു സീസണിൽ വന്നിട്ടില്ല. അപ്പം PR ആർമി, അതായത് സർക്കാസ്റ്റിക് വേയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വേണം PR ആയാലും. ഇതാണ് PR എന്ന് പറയുന്നത്. പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക, അത് ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ 5000 രൂപയാണ് ഒരു വോട്ടിന്. മനുഷ്യന്മാരുടെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പലർക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്, നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് ഒരു വോട്ടല്ലേ, അതിനിപ്പോൾ എന്താ 5000 രൂപ കിട്ടും. ഈ 5000 രൂപ കൊടുക്കുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല എൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ്റെ PR ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും. ഒരു കമൻറ്റ് ബോക്സിലാണെങ്കിലും ജിൻഡോ ഫാൻസും ജാസ്മിൻ PR വെച്ച് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ കയ്യും വീശി പോവാതെ ജെനുവിൻ ആയിട്ടുള്ള PR വർക്ക്സ് ഹെൽപ്സ് യു മോർ. പക്ഷേ ഇതൊരു 1.5 PR ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും കൊള്ളാലോ. ഞാനും ഇന്നലെ കണ്ടപ്പോൾ ദൈവമേ, ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഈ രീതിയിലേക്കായോ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ മാറിയോ എന്ന് തോന്നിപ്പോയി എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്നിട്ട് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇത് സത്യമാണോ അതോ ഫേക്കാണോ അതോ പ്രാങ്ക് ആണോ ഫ്ലോപ്പാണോ ട്രോളാണോ എന്നൊക്കെ തോന്നി. പക്ഷേ വോയിസ് കേൾക്കലും ഇതൊക്കെ ലൈക്ക് ഒരുപാട് രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ലൈക്ക് ചില ആൾക്കാർക്ക് മെസ്സേജ്, അപ്പോൾ അവരുടെ മെസ്സേജ് വന്നിട്ട് ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്തത്, ഞാൻ ഇന്ന ആൾക്കിന് വോട്ട് ചെയ്യുള്ളൂ, വേറെ വോട്ട് എന്ന് വെച്ചാൽ വാട്സപ്പിലൂടെ പുറഞ്ചം മെസ്സേജ് ഇട്ട് ക്യാൻവാസിങ്. വലിയൊരു മാർക്കറ്റിംഗ് ടീം അല്ലെങ്കിൽ ഒരു ക്യാൻവാസിങ് കപ്പാസിറ്റി ഉള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു ജനറേഷൻ തന്നെ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് ബിഗ് ബോസിലൂടെ നമുക്ക് കാണാൻ പറ്റി ഗൈസ്. അത് ജാസ്മിൻ എന്നാ സുമ്മാതാ എന്നുള്ളൊരു രീതിയിലാണ് 5000 രൂപ പെർ വോട്ടിന്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നത്, ഈ ഒരു സ്ട്രാറ്റജിയോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള രീതിയാണോ ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ് 5000 രൂപ തരാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യോ? അങ്ങനെ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ 5000 രൂപ കൊടുത്തുള്ള വോട്ടാണെങ്കിൽ ജാസ്മിൻ കപ്പ് എടുക്കും. ആ കപ്പിന് എന്ത് വാല്യൂ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക? അതായത് പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പായിട്ട്. അപ്പോൾ കളിച്ചെടുക്കുന്ന കപ്പും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കപ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ, ടൈറ്റ് കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജാൻമണി അർജുൻ ഇഷ്യൂ, അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ, ഋഷിയെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, അഭിഷേകിന് പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ താത്തി മറ്റേ കണ്ടസ്റ്റന്റിനെ അപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പലതും ഈ സംഭവം അടുത്ത് വരുമ്പോഴേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു മിഡ് വീക്ക് വിഷയം വേണ്ട, ഒരാളും കൂടി എവിറ്റ് ആകുമ്പോഴുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഋഷി എവിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷിയുടെ വോട്ടും അൻസിബയുടെ വോട്ടും കൂടി ആർക്ക് പോകും? നമ്മുടെ അഭിഷേകിന് പോകും. അതേപോലെ തന്നെ ശ്രീതു ഔട്ട് ആവുകയാണെങ്കിൽ ശ്രീതുവിൻ്റെ വോട്ടും എല്ലാം കൂടി അർജുന് പോകും. അപ്പം ഇതൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആരാണോ? ജിൻഡോ ആണോ? ജാസ്മിന് ഇപ്പോൾ 5000 രൂപ കൊടുത്ത് വാങ്ങിക്കണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. നമ്മുടെ ജിൻഡപ്പൻ്റെ വോട്ടിംഗ് ലെവൽ എന്താണ് അവസ്ഥ മച്ചന്മാരെ? ജിൻഡപ്പൻ്റെ വോട്ടിങ്ങിന് ഇത് എഫക്റ്റ് ആവുക. കാരണം ജെന്യൂനിറ്റി ആണ് ജയിക്കേണ്ടത്, ഡിസേർവ് ചെയ്യുന്ന ആളാണ് ജയിക്കേണ്ടത്. കാശ് കൊടുത്താൽ കപ്പ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് ഈ ഷോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിലവാരം പുറഞ്ചം പൊട്ടി തകരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ജാസ്മിന് വോട്ട് ചെയ്യുമോ? 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാസ്മിന് വോട്ട് ചെയ്യുമോ? നിങ്ങൾ ചിന്തിച്ചിട്ട് പറയാം. നിങ്ങളൊരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങൾ ചെയ്യുമോ? കമൻറ്റ് ചെയ്യും.